ഇപ്പോൾ കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ ജയകുമാർ, ഇപ്പോൾ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങേ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. നിലവിൽ എങ്ങനെ നിയന്ത്രിക്കാനാകുമെന്നാണ് കരുതുന്നത്? നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണോ? ലോവർ തിരുമുറ്റം എന്ന് പറഞ്ഞാൽ ലോവർ തിരുമുറ്റത്തിന്റെ പിന്നെ വടക്ക് ഭാഗത്തായിട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ വന്നു ചേർന്നു. അത് എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചാല് എന്താണ് മരക്കൂട്ടത്തില് ഒരു ഷെഡ് അപായകരമായിട്ട് നിന്നതുകൊണ്ട് ഇവര് വേറൊരു വഴി കൂടെ ബേലി പാലത്തിൽ കൂടെ ആളുകളെ പോലീസ് അനുവദിച്ചു അവിടുത്തെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അവരാണ് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. അവരെ ഇപ്പോൾ പതുക്കെ മെയിൻ ക്യൂരിലൂടെ കയറ്റി അവരെ തൊഴുത് കഴിഞ്ഞാൽ ആ ക്രൗഡ് അങ്ങ് മാറിക്കഴിയും. പക്ഷെ അല്ലാതെ തന്നെ ശബരിമലയിലേക്കുള്ള പ്രവാഹം വളരെ കൂടുതലാണ്. അതിനിപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, പിന്നെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള വരവ് ഒന്ന് ക്രമീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പമ്പയിൽ വന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ തടയാതെ ആളുകൾക്ക് കഴിഞ്ഞിട്ട് തൊഴുതിട്ട് പോകാൻ സാധിക്കണം. പമ്പയിലേക്കുള്ള വരവ് ഒന്ന് നിയന്ത്രിക്കാൻ നിലയ്ക്കലിൽ നമുക്ക് നിയന്ത്രിക്കാൻ നിർദ്ദേശം കൊടുത്തു. പിന്നെ ഈ ക്രൗഡ് ഇപ്പോൾ അങ്ങ് മാറും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോഴേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു ആശങ്ക തോന്നിയിരുന്നു. കാരണം കുട്ടികളടക്കം കാണുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കും ആശങ്ക. അതിപ്പോ തീരും. അതൊരു അരമണിക്കൂർ കൊണ്ട് ആ ക്യൂ അങ്ങ് മാറും. പോലീസിന്റെ നിയന്ത്രണത്തിലാണ് പൂർണ്ണമായും എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും അതിപ്പോ സംസാരിച്ചങ്ങോട്ട് തീർത്തേ ഉള്ളൂ. ഇപ്പൊ തീരും. അത് ഗേറ്റ് തുറന്നു കൊടുക്കാൻ വൈകിയത് കൊണ്ടാണ് ആ ക്യൂ ഇത്രയും ആയത്. കാരണം ഇത്രയും മണിക്കൂറുകളോളം നിന്നു, 5 മണിക്കൂറോളൊക്കെ നിൽക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോ തീർച്ചയായിട്ടും കാരണം ഇത്രയും പേരെ കയറ്റി വിട്ടാൽ 5 മണിക്കൂർ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിലയ്ക്കലിൽ ആണ് അവർ നിൽക്കേണ്ടത്. പമ്പയിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കേണ്ടി വരരുത്. അതിപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശ്രീജിത്തിന് ഞാൻ നിർദ്ദേശം കൊടുത്തു. നിലയ്ക്കലിൽ നിന്ന് ആളുകൾ പമ്പയിലേക്ക് വരുന്നത് ഇവിടുത്തെ ക്യാരിയിങ് കപ്പാസിറ്റി അനുസരിച്ച് വന്നാൽ മതി. അതുകൊണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ നിന്ന് ഒരുപാട് 2-3 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. പക്ഷെ 4-5 മണിക്കൂർ നിൽക്കുന്ന ഒരു സ്ഥിതി ഒഴിവാകും. അത് ഇന്നത്തെ എന്തോ അസാധാരണമായ സിറ്റുവേഷനാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഉള്ളത് ഈ വിർച്വൽ ക്യൂവിൽ 70,000 പേരാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ സ്പോട്ട് ബുക്കിങ്ങിൽ 25,000 ഒക്കെ ആളുകളാണ് ബുക്ക് ചെയ്തത്. അതിപ്പോ 20,000 ലിമിറ്റ് ചെയ്യാൻ തീരുമാനം എടുത്തിട്ടുണ്ട് വിർച്വൽ ക്യൂ. തീർച്ചയായിട്ടും ഈ നട തുറന്ന മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് നമ്മൾ കണ്ടിരുന്നു. ഇതിപ്പോൾ ഈ ദിവസങ്ങളിലും ആ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ പമ്പയിൽ നിന്ന് കയറ്റിവിടുന്ന ഒരു സാഹചര്യം മുതലാണോ ഒരു ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയത്? അത് എനിക്ക് തോന്നുന്നു പമ്പയിൽ കുറച്ചുകൂടെ ക്രമീകരണം വേണമായിരുന്നു, നിയന്ത്രിക്കണമായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും അത് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിയന്ത്രിക്കും. പിന്നെ സ്പോട്ട് ബുക്കിംഗ് കൂടുതൽ കൊടുക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. സ്പോട്ട് ബുക്കിംഗിന് നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ആളുകളൊക്കെ അത് 20,000 നിജപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി മുതൽ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് 20,000 പേരെ ബുക്കിംഗ് കൊടുക്കുള്ളൂ. അത് നിലയ്ക്കലിലാണ് ആ ബുക്കിംഗ് കൂടുതൽ ചെയ്യാൻ പോകുന്നത്. ആ ദിവസം ഇല്ലെങ്കിൽ അവർക്ക് പിറ്റൊന്നായിരിക്കും സ്പോട്ട് ബുക്കിംഗ് കിട്ടുക. അങ്ങനെയുള്ളവർ അവിടെ തന്നെ നിലയ്ക്കലിൽ തന്നെ നിൽക്കണം. ഇപ്പോൾ നിലവിൽ 2 മണിവരെ ദർശന സമയം നീട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ആളുകളെ അതിനോടകം തന്നെ ദർശനം നടത്തിയ ഈ ഒരു തിരക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും എന്തെല്ലാം നമുക്ക് മനുഷ്യസാധ്യമായിട്ട് അത് നിയന്ത്രിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകളെ പിന്നെ നിയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോ ഈ 2 മണിവരെ നീട്ടി എന്നുള്ളത് ഇപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് തന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ട് നീട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു തരത്തിൽ ആളുകൾ അങ്ങ് ഇറങ്ങിപ്പോകും. പിന്നെ അവിടെ നിന്നുള്ള വരവും കൂടെ നമുക്ക് ക്രമീകരിക്കുകയാണെങ്കിൽ സംഗതികൾ നിയന്ത്രണാധീനമാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ നേരത്തെ വാർത്ത വന്നിരുന്നു, ഒരു ഭക്ത കുഴഞ്ഞു വീണു മരിച്ചു എന്നൊരു വാർത്തയൊക്കെ വന്നിരുന്നപ്പോൾ അതൊക്കെ കൊണ്ടുതന്നെയാണ് ഈ ആശങ്ക തോന്നുന്നു എന്ന് പറഞ്ഞത്. അതായത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെയൊക്കെ നമുക്ക് അതിൽ കാണാനുമുണ്ട്. അപ്പോൾ കുടിവെള്ളം കിട്ടിയില്ല എന്നൊക്കെ പറയാൻ അതൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. 200 പേരെ പുതുതായിട്ട് വെച്ചു. പിന്നെ ക്യൂ കോംപ്ലക്സുകൾ തുറക്കാൻ പറഞ്ഞു. അവിടെയാണെങ്കിൽ സൗകര്യപ്രദമായിട്ടിരിക്കാം. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഭക്തജനങ്ങൾ ആ ക്യൂ കോംപ്ലക്സിൽ കയറി ഇരിക്കില്ല. അവിടെ ഇരുന്ന് പോയെങ്കിലോ ഞങ്ങളെ മുൻഗണന തീർന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്യൂ കോംപ്ലക്സ് 20 തുറന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് ബിസ്ക്കറ്റ്, ചുക്ക് കാപ്പി, വെള്ളം എല്ലാം കൊടുക്കാനുള്ള സംവിധാനത്തോടുകൂടി അവർക്ക് ഇരിക്കാം. അവരുടെ മുൻഗണന തീരുകയില്ല എന്ന് നമ്മൾ നിരന്തരമായിട്ട് പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു കോംപ്ലക്സ് ഇത് പ്രശ്നം വരില്ല. അത് ചെയ്യാം. അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അത് ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നാളെ കൊണ്ട് കുറച്ചും കൂടെ ക്രമീകരണത്തിലേക്ക് വരും. ഇതിപ്പോ തുടക്കത്തിൽ ഇത്രയും പേരെ പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ വിർച്വൽ ക്യൂ എല്ലാം കൊണ്ട് നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. പക്ഷേ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണമില്ലാതെ കൊടുക്കുന്നു. അത് 20,000 നമ്മൾ നിജപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മലയിൽ കയറുന്നവരുടെ എണ്ണത്തിൽ കുറച്ചുകൂടെ നിയന്ത്രണം ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ആശങ്കാജനകം ആയിരുന്നു കുറച്ചു മുമ്പ്. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. അത് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഒരു പ്രശ്നം കൊണ്ട് പറ്റിയതാണ്. തിരുമുറ്റത്തെ ഒരു തള്ളു കണ്ട് ഞാൻ തന്നെ ആശങ്കപ്പെട്ടു പോയി. ഇപ്പൊ അത് തീരുന്നുണ്ട്. ഇപ്പൊ ഒരു അരമണിക്കൂർ കൊണ്ട് അങ്ങ് ഡിസ്ചാർജ് ചെയ്യും. തീർച്ചയായിട്ടും ഈ വരും ദിവസങ്ങളിലും ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ രീതിയിലടക്കം ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കും. പമ്പയിലെ നിയന്ത്രണം വേണം. നിലയ്ക്കൽ അതിനാണല്ലോ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നിലയ്ക്കൽ നിൽക്കണം. നിലയ്ക്കൽ നിന്ന് പുറപ്പെട്ടാൽ പിന്നെ വലിയ പ്രശ്നമില്ലാതെ തൊഴാൻ സാധിക്കണം. അതാണ് എൻ്റെ ഉദ്ദേശം.
അതൊരു കുറച്ച് കോർഡിനേഷന്റെ പ്രശ്നം ഉണ്ടാവും. അതിപ്പോൾ 2 ദിവസം കൊണ്ടത് ശരിയാവും. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ NDRF വരും ഇപ്പോൾ. അതാണ് ഈ കേന്ദ്രസേനയുടെ ഒരു അവിടെ സുരക്ഷാടക്കം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. വന്നിട്ടില്ല. ഇന്ന് വരേണ്ടതാണ്. അവര് നാളെ മറ്റന്നാളോ ഒക്കെ എത്തുമെന്നാണ് പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞത് മുഴുവൻ ഫോഴ്സും വരാൻ പറ്റിയില്ലെങ്കിൽ പകുതി ആളുകളെങ്കിലും വരട്ടെ, ഇവിടെ അവർ ആവശ്യമുണ്ട്. അത് പറഞ്ഞിരിക്കുന്നു. അത് സാധാരണ അങ്ങനെ തിരക്ക് നിയന്ത്രിക്കാൻ ഉണ്ടാകേണ്ടതല്ലേ? അപ്പോൾ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. അല്ല, പിന്നെ അവര് ഉണ്ടല്ലോ പതിവ് ശീലം അനുസരിച്ചിട്ട് സീസൺ തുടങ്ങി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വരും. കാരണം അപ്പോഴേ തിരക്കാവുള്ളല്ലോ. ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഹൈ പിച്ചിലാണ് തുടക്കം. നോക്കാം, അത് നിയന്ത്രിക്കാം. തീർച്ചയായിട്ടും എന്തായാലും നിയന്ത്രിക്കാൻ കഴിയട്ടെ. ആശങ്കാജനകമായി ഇപ്പോൾ ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഇല്ല. എവിടുന്നാണ് ആശങ്ക ഉണ്ടായത് ആ സോഴ്സുകളൊക്കെ നമ്മൾ പ്ലഗ് ചെയ്തിട്ട് അടച്ച് ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ശബരിമലയിൽ തന്നെ ഉണ്ട്. ഓക്കെ താങ്ക് യു സാർ. ഘട്ടത്തിൽ